ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ഗ്രേറ്റ് ഷമൻ ഗാഡുഷം എന്ന ഡ്രാമയുടെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊട്ടു മുമ്പുള്ള എപ്പിസോഡ്സ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോകാൻ തുടങ്ങുന്ന ഡൂഷമിനെയാണ്. ആ സമയത്ത് നമ്മുടെ വൂസുവിന്റെ ശരീരത്തിലേക്ക് ഏതോ ഒരു ആത്മാവ് വന്ന് കയറുകയും അവൻ പെട്ടെന്ന് തന്നെ ഡൂഷമിനെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു. എന്നിട്ട് അവളെ കെട്ടിപ്പിടിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഡൂഷമൻ ഞെട്ടിപ്പോയി, ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാ കുട്ടികളും ഞെട്ടിപ്പോയി. ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത് ജോങ്ങിനാണ്. കാരണം അവൾ രഹസ്യമായിട്ട് വൂസുവിനെ പ്രണയിക്കുന്നുണ്ടല്ലോ. നീ ഇവിടെ നിന്നും പോകണ്ട എന്നാണ് അവൻ അവളോട് പറയുന്നത്. ആ നിമിഷം അവൾക്ക് മനസ്സിലായി ആ സംസാരിക്കുന്നത് വൂസു അല്ല, അവളുടെ ഗ്രാൻഡ്മയാണെന്ന്. ഗ്രാൻഡ്മയുടെ ആത്മാവാണ് അവന്റെ ശരീരത്തിലേക്ക് കയറി അവളോട് ഇപ്പോൾ സംസാരിക്കുന്നത്. എന്നാൽ ആത്മാവ് അവന്റെ ശരീരത്തിൽ നിന്ന് പോയതും അവനും ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. കാരണം അവൻ അവളെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചുവെന്ന് അവന് പോലും അറിയില്ല. ക്ലാസ്സിൽ എല്ലാവരും കളിയാക്കാനും ആരംഭിച്ചു. ആ ടൈമിൽ തന്നെ ആ സ്കൂളിന്റെ ബേസ്മെന്റിലുള്ള റൂം കാണിക്കുന്നുണ്ട്. മന്ത്രങ്ങൾ എഴുതി കെട്ടിയ തുണി ചുറ്റിയ ഒരു പൂട്ടായിരുന്നു ആ ബേസ്മെന്റിലെ ഡോറിനുണ്ടായിരുന്നത്. അതിനുള്ളിൽ നിന്ന് ആരോ ശക്തമായി അടിക്കുന്ന പോലെയാണ് നമ്മളെ കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ നാമാകട്ടെ വൂസുവിനെ കളയിക്കൊണ്ടിരിക്കുകയാണ്. നീ ഡൂഷമിനെ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞിട്ട്. ഞാനല്ലാതെ ചെയ്തതെന്ന് അവൻ പറഞ്ഞിട്ടും ആരും വിശ്വസിക്കുന്നില്ല. കാരണം എല്ലാവരും അവരുടെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. അവൻ പെട്ടെന്ന് ഡൂഷമിനോട് പറയുന്നുണ്ട്, നീ എന്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വരാൻ. എന്തിനെന്ന് ചോദിച്ചതും അതൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് അവളുടെ കൈയും പിടിച്ച് അവൻ പുറത്തേക്ക് പോയി. അവൻ അവളോട് പറയുന്നുണ്ട്, നേരത്തെ നിന്നെ കെട്ടിപ്പിടിച്ചത് ഞാനല്ല, എന്നെ എന്തോ ബാധ കയറിയ പോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് നീ എന്നെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞാൻ നിന്നെ ഒരു രീതിയിലും തെറ്റിദ്ധരിച്ചിട്ടില്ല എന്ന് അവള് പറയുന്നു. നീ ഇന്റൻഷനിൽ എന്നെ കെട്ടിപ്പിടിച്ചതാണെങ്കിലും എനിക്ക് നിന്നോട് അങ്ങനെയൊന്നും തന്നെയില്ല. നമ്മുടെ അമ്മമാര് തമ്മിൽ ഫ്രണ്ട്സ് ആണെന്ന് കരുതിയിട്ട് നമ്മളും ഫ്രണ്ട്സ് ആയിട്ടിരിക്കണമെന്ന് ഒരു നിർബന്ധവും. അത് പറഞ്ഞ് അവള് തിരിച്ചു നടക്കാൻ തുടങ്ങിയതും അവിടെ എന്തോ ഒരു ആത്മാവിന്റെ പ്രസൻസ് അവൾക്ക് ഫീൽ ചെയ്യുന്നു. അതേസമയം തന്നെ അവളുടെ ഗ്രാൻഡ്മയുടെ ആത്മാവ് വീണ്ടും വൂസുവിന്റെ ശരീരത്തിലേക്ക് കയറുന്നു. അവന്റെ സഹായത്തോടു കൂടി ഗ്രാൻഡ്മയുടെ ആത്മാവ് അവളോട് പറയുന്നുണ്ട്, ആ എവിൾ സ്പിരിറ്റ് ഇവിടെ ഉണ്ടെന്ന്. 10 വർഷം മുമ്പ് നീ കണ്ടില്ലേ, അതേ സ്പിരിറ്റ് തന്നെ. അന്ന് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ആ സ്പിരിറ്റ് ആണ് ഈ സ്കൂളിലെ കുട്ടികളെ എല്ലാം തന്നെ കൊല്ലുന്നത്. ശരിക്കും ഈ പറയുന്നത് തന്റെ ഗ്രാൻഡ്മയാണോന്ന് പോലും അവൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അവസാനം അവളുടെ ഗ്രാൻഡ്മ അവരുടെ രൂപം അവൾക്ക് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവൾക്ക് വിശ്വാസമാകുന്നത്. ഗ്രാൻഡ്മയുടെ രൂപം അവളുടെ കൺമുന്നിൽ കണ്ടതും അവൾ ഓടി വന്ന ഗ്രാൻഡ്മയെ കെട്ടിപ്പിടിക്കുന്നു. എന്നാൽ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഡൂഷും വൂസുവിനെ കെട്ടിപ്പിടിക്കുന്നതായിട്ടല്ലേ തോന്നൂ. അത് മുകളിൽ നിന്ന് ക്ലാസ്സിലെ കുട്ടികളെല്ലാം തന്നെ കാണുന്നുണ്ട്. ജോങ്ങിനാകട്ടെ ആകെ ദേഷ്യം വരുന്നു. ഗ്രാൻഡ്മയുടെ ആത്മാവ് അവളോട് പറയുന്നുണ്ട്, ആ ഇവിൾ സ്പിരിറ്റ് ഇവിടെ തന്നെയുണ്ട്, നീ എങ്ങനെയെങ്കിലും അതിനെ കൈയോടെ പിടിക്കണമെന്ന്. ആ ഇവിൾ സ്പിരിറ്റ് ഗ്രാൻഡ്മയുടെ ആത്മാവിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഡൂഷുമാകട്ടെ അതിനെ തടയാൻ ശ്രമിച്ചതും ആ ആത്മാവ് വന്ന് അവളെ ആക്രമിച്ചിട്ട് പോകുന്നു. ആ ടൈമിൽ ആ സ്കൂളിലെ പ്രിൻസിപ്പൽ അവിടേക്ക് വരുന്നുണ്ട്. ആരും കാണാതെ തന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഒരു ചെറിയ സഞ്ചി എടുത്ത് തുറന്നതും ആ ആത്മാവ് വന്ന് അതിലേക്ക് കയറി പോകുന്നു. അതിനർത്ഥം ഈ ആത്മാവിനെ ഈ സ്കൂളിൽ തുറന്നു വിട്ടിരിക്കുന്നത് ഈ ഒരു പ്രിൻസിപ്പൽ ആണ്. ബോധം വരുമ്പം വൂസുവും ഡൂഷുമോ ആകട്ടെ അവരുടെ സ്കൂളിലെ മെഡിക്കൽ റൂമിൽ കിടക്കുകയാണ്. എന്തൊക്കെയാ സംഭവിച്ചതെന്ന് വൂസുവിന് ഒരു ഓർമ്മയുണ്ടായിരുന്നില്ല. തൊട്ടപ്പുറത്തെ ബെഡിൽ കിടക്കുന്ന ഡൂഷുമിനെ അവൻ നോക്കുമ്പോഴാകട്ടെ ഡൂഷുമിന്റെ സൈഡിൽ നിന്നും നമ്മുടെ ഹ്യൂൻസുവിന്റെ ആത്മാവ് എഴുന്നേറ്റ് വരുന്നത് അവൻ കാണുന്നു. അതായത് ഇപ്പോൾ വൂസുവിനും ആത്മാക്കളെ കാണാൻ സാധിക്കും. ഹ്യൂൻസുവിനെ കണ്ടതും നീ ആരാന്ന് ചോദിച്ചിട്ട് ഇവൻ പേടിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഹ്യൂൻസ് ഞെട്ടിപ്പോയി. തന്നെ ഇതുവരെയും കാണാൻ കഴിയുന്നത് ഡൂഷുമിന് മാത്രമാണ്. ഇപ്പോൾ ദേ ഇവനും തന്നെ കാണാൻ കഴിയുന്നു. ഇവനും അവളെ പോലെ കഴിവുകളുണ്ടോ എന്ന് ചിന്തിച്ച് അവൻ കുറെ തവണ ഇവനെ പേടിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഡൂഷുമിനും ബോധം വന്നു. ഹ്യൂൻസ് അവളോട് പറയുന്നുണ്ട്, ദേ ഇവനും എന്നെ കാണാമെന്ന്. നീ വെറുതെ അവനെ പേടിപ്പിക്കാതെ ഇവിടെ നിന്നും പോകാൻ അവൾ കുറെ നേരം പറയുന്നുണ്ട്. ഒരു ആത്മാവിനെ ഇങ്ങനെ നേരിട്ട് കണ്ട ഷോക്കിലായിരുന്നു നമ്മുടെ വൂസു. അത് പ്രേതമാണെന്ന് മനസ്സിലായതോടെ അവൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെ ഈ പ്രേതങ്ങളെയൊക്കെ കാണാൻ തുടങ്ങിയിരിക്കുന്നതെന്ന്. നീ എന്നോട് എന്താ ചെയ്തത്? ഞാൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോയി. ഇവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയായിരുന്നു. അന്ന് സ്കൂള് വിട്ട് ഡൂഷ്യം പോകാൻ നേരത്ത് പ്രിൻസിപ്പൽ അവളെ തന്നെ നോക്കുന്നുണ്ട്. അതേസമയം നേരത്തെ നടന്ന സംഭവം ഒന്നുകൂടി കാണിക്കുന്നു. ആ ആത്മാവിനെ സഞ്ചിയിലാക്കിയ ശേഷം ആത്മാവിനോട് പ്രിൻസിപ്പൽ പറയുന്നുണ്ട്, സ്കൂളിൽ ഏറ്റവും കുറവ് മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളെ മാത്രമേ ആക്രമിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, പിന്നെ എന്തിനാ ഇവരെ ആക്രമിക്കാൻ പോയത്? നമ്മൾ തമ്മിലുള്ള ഡീൽ അങ്ങനെയാണ്. ആ ഡീൽ എങ്ങാനും തെറ്റിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് നിന്റെ കഥ ഞാൻ കഴിക്കും. വീട്ടിലെത്തി ഡൂഷ്യമിനോട് അവളുടെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമെന്തോ, നീ സ്കൂളിലെ മെഡിക്കൽ റൂമിലൊക്കെ പോയെന്ന് ഞാൻ അറിഞ്ഞല്ലോ എന്ന്. ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ച് റൂമിലേക്ക് വരുന്നു. ഹ്യൂൻസുവിന്റെ ആത്മാവ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. നിന്നോട് ആരാ സ്കൂളിലേക്ക് വരാൻ പറഞ്ഞെന്ന് അവൾ ചോദിക്കുന്നു. ഞാനൊരു സ്റ്റുഡന്റ് ആയിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് വന്നതെന്ന് അവൻ പറയുന്നു. നീ കാരണം ആ വൂസു എന്തോരം പേടിച്ചു, അതിന് നിനക്കെന്തിനാ എത്ര ടെൻഷൻ? നിനക്ക് അവനെ ഇഷ്ടമാണോ എന്നാണോ ഹ്യൂൻസ് ചോദിക്കുന്നത്. നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ടെന്ന് അവൾ പറയുന്നു. എന്നാൽ അവൻ എങ്ങനെയാ എന്നെ കാണാൻ കഴിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഗ്രാൻഡ്മയുടെ ആത്മാവ് അവന്റെ ബോഡിയിൽ കയറിയത് കൊണ്ട് അവന് ചില പവേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം നിന്നെ കാണാൻ സാധിച്ചത്. ഇവിടെ വീട്ടിലേക്ക് എത്തിയ വൂസു ആകട്ടെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറാൻ തുടങ്ങിയതും അവിടെ തലകുത്തനെ കിടക്കുന്ന ഒരു പ്രേതത്തെ കാണുന്നുണ്ട്. അതോടുകൂടി പേടിച്ചവൻ അവിടെ നിന്ന് ഓടി. ഡൂഷിമാകട്ടെ തന്റെ അമ്മയോട് ഗ്രാൻഡ്മയെ താൻ കണ്ട കാര്യം പറയുന്നുണ്ട്. എന്നാൽ ഗ്രാൻഡ്മ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊന്നും തന്നെ അവൾ അമ്മയോട് തുറന്ന് പറയുന്നില്ല. ഇവിടെ പേടിച്ചേരേണ്ട വൂസു ആകട്ടെ ഒരു റോഡ് സൈഡിൽ ഇരിക്കുകയായിരുന്നു. നാം അവന്റെ അടുത്തേക്ക് വരുന്നു. താനൊരു പ്രേതത്തെ കണ്ടുവെന്നും അത് പ്രേതമായിരുന്നു എന്ന് ഡൂഷ്യം പറഞ്ഞപ്പോഴേ ഞാൻ അറിഞ്ഞതെന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. വൂസു പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നാമന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഡൂഷ്യമിനാകട്ടെ കിടന്നിട്ട് ഉറക്കമേ വരുന്നുണ്ടായിരുന്നില്ല. ഗ്രാൻഡ്മ പറഞ്ഞ കാര്യങ്ങളായിരുന്നു അവളുടെ മനസ്സിൽ. ആ ടൈമിൽ
റൂമില് വൂസു ആകട്ടെ ഡൂഷിമിനെ കാണാൻ അവിടെയൊക്കെ വരുന്നു. അവളുടെ അമ്മ ആരോട് സംസാരിക്കുന്ന കേട്ടിട്ട് അവൾ എഴുന്നേറ്റ് വരുന്നുണ്ട്. അവൻ ഡൂഷിമിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് ഗോസ്റ്റുകളെ കാണാൻ തുടങ്ങിയതെന്ന്. നീ എന്നിൽ എന്ത് മന്ത്രോ പ്രയോഗിച്ചെന്ന് എനിക്കറിയില്ല. അതെന്ത് തന്നെയാണെങ്കിലും തിരിച്ചെടുക്കുന്നതാ നല്ലത്. എനിക്ക് ഗോസ്റ്റുകളെ കാണാൻ ഒരു താല്പര്യമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്റെ ഈ കഴിവ് നീ തിരിച്ചെടുക്കണം. എന്നാൽ അവളുടെ അമ്മ പറയുന്നുണ്ട്, ഞാനൊരു ശമനാണ്, എനിക്ക് പ്രേതങ്ങളെ ഒഴിപ്പിക്കാനൊക്കെ പറ്റുമെന്ന്. അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് അവളാകട്ടെ അവനെയും വിളിച്ച് പുറത്തേക്ക് പോയി. അവള് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒന്നും ചെയ്തതല്ല, ഗ്രാൻഡ്മയുടെ ആത്മാവ് നിന്റെ ശരീരത്തിൽ കയറിയതാണ്. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇത് തിരിച്ചു മാറ്റിയെങ്കിലേ പറ്റൂ. എനിക്ക് ഗോസ്റ്റുകളെ കാണാൻ ഒരു താല്പര്യമില്ല. പക്ഷെ അവള് പറയുന്നുണ്ട്, നിനക്ക് ഒരു ദിവസം പ്രേതങ്ങളെ കണ്ടപ്പോൾ ഇത്ര ബുദ്ധിമുട്ടല്ലേ? എന്റെ ലോകം നിന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. എനിക്ക് എന്നും ഒരുപാട് ഗോസ്റ്റുകളെ കാണേണ്ടി വരും. എന്റെ ചുറ്റും ഒരുപാട് പ്രേതങ്ങളുണ്ട്. ഇപ്പോഴേ നീ ഇങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അവള് ചോദിക്കുന്നു. എനിക്കൊരു പേടിയില്ല. ഞാൻ കാണുന്ന അത്രയും പ്രേതങ്ങളെ നീയും കാണാറുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. എന്നാൽ അതിനേക്കാൾ അപ്പുറമാണ് എന്റെ ലോകത്തുള്ളതെന്ന് അവള് പറയുന്നു. അതെങ്ങനെ അത്രയും വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, സംശയം ഉണ്ടെങ്കിൽ നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന്. എന്നാ കാണിക്കുന്നു പറയുമ്പോ അവളാകട്ടെ തന്റെ കൈ രണ്ടു ഒരു സീറ്റ് അവന്റെ കണ്ണിലേക്ക് വെക്കുന്നു. എന്നിട്ട് പതിയെ അവന്റെ ചെവിയിൽ പറയുന്നുണ്ട്, ഇനി നീ കണ്ണു തുറക്കാൻ. അവിടെയാണ് ഈ 3ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 4ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിലാകട്ടെ ഡൂഷിം അവന്റെ കണ്ണിൽ നിന്നും കൈമാറ്റിയതും അവളുടെ ചുറ്റും ഒരുപാട് പ്രേതങ്ങളെ വൂസ് കാണുന്നു. അത് കണ്ട് ശരിക്കും വൂസ് ഞെട്ടിപ്പോയി. അവൻ അവിടെ ഇവിടെയും 1-2 പ്രേതങ്ങളെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. ഇവളുടെ ലോകത്താകട്ടെ ചുറ്റും ഒരുപാട് പ്രേതങ്ങളാണ്. നിനക്കല്ലേ കാണണമെന്ന് പറഞ്ഞത്, ഇനി നീ എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് കയറിപ്പോയി. ആ പ്രേതങ്ങളുടെ നടുക്ക് അവനും പെട്ടുപോയി. അവളെ വിളിച്ചിട്ട് അവളോട്ട് വാതിൽ തുറക്കുന്നുമില്ല. അവൻ അവിടെ നിന്നും ഇറങ്ങി ഓടുകയാണ്. ഓടി ഒരു ബസ് കണ്ടിട്ട് അതിൽ കയറിയിരിക്കുന്നു. ആ ബസ് വിട്ട് പോകുന്നതിനിടയ്ക്ക് ഒരു ബസ് സ്റ്റോപ്പിൽ 2 പ്രേതങ്ങൾ ഇരിക്കുന്ന അവൻ കാണുന്നുണ്ട്. അവൻ ഒരു നിമിഷം ആ പ്രേതങ്ങളെ ഒന്ന് നോക്കി. താൻ അവരെ നോക്കിയത് ആ പ്രേതങ്ങൾ കണ്ടു എന്ന് മനസ്സിലാക്കിയതും അവൻ നേരെ ഇരിക്കുന്നു. എന്നാൽ അവൻ കറക്റ്റായിട്ട് തങ്ങളുടെ കണ്ണിലേക്ക് നോക്കിയത് ആ പ്രേതങ്ങൾക്ക് മനസ്സിലായി. അവന് തങ്ങളെ കാണാൻ കഴിയുമെന്ന് മനസ്സിലായതും അവരെല്ലാം കൂടി ആ ബസ്സിലേക്ക് വരുന്നു. അവർക്ക് എല്ലാവർക്കും അവനോട് ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു. അവരുടെ വിഷമങ്ങൾ പറയാനുണ്ടായിരുന്നു. എന്നാൽ എല്ലാം കൂടി ഇവന്റെ ചുറ്റും കൂടിയതും അവൻ പേടിച്ച് അവിടെ നിന്നും ഇറങ്ങി ഓടുകയാണ്. പിറ്റേന്ന് ഡൂഷൻ ക്ലാസ്സിലെത്തിയെങ്കിലും നമ്മുടെ വൂസ് ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. തലേന്ന് രാത്രി ആ പ്രേതങ്ങളെ കാണിച്ചു കൊടുത്ത സ്ഥിതിക്ക് അവൻ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടാകുമെന്ന് അവൾക്ക് മനസ്സിലായി. ജോങ് വന്ന് ഡൂഷിമിനോട് ചോദിക്കുന്നുണ്ട്, വൂസു എന്താ വരാഞ്ഞതെന്ന്. ഇന്നലെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഉണ്ടായോ? എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഡൂഷിം അവിടെ നിന്നും പോയി. വൂസ് സ്കൂളിൽ വരാത്തത് ഡൂഷിം അവനെ എന്തെങ്കിലും ചെയ്തിട്ടാണോ എന്ന് സ്കൂളിൽ പരക്കെ എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്ത് ക്ലാസ്സിൽ ഒരു പയ്യൻ വന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, നമുക്ക് ഉടനെ തന്നെ ഒരു എക്സാം കൂടി ഉണ്ടെന്ന്. ഇത് കേട്ടതും കുട്ടികളെല്ലാം ഞെട്ടി. ഇപ്പൊ ഒരെണ്ണം കഴിഞ്ഞേ ഉള്ളൂ, വീണ്ടും അടുത്ത എക്സാമോ? അവരുടെ ക്ലാസ് ടീച്ചർ വന്നിട്ട് പ്രിൻസിപ്പലിനോട് ചോദിക്കുന്നുണ്ട്, സാർ എന്തിനാണ് ഇപ്പൊ വീണ്ടും എക്സാം നടക്കുന്നതെന്ന്. ഒരു കുട്ടി ഇപ്പൊ മരിച്ചതല്ലേ ഉള്ളൂ, വീണ്ടും എന്തിനാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഇത്തവണ ലാസ്റ്റ് റാങ്ക് വരുന്ന കുട്ടിയും മരിക്കും. അങ്ങനെ ലാസ്റ്റ് റാങ്ക് വരാതിരിക്കണമെങ്കിൽ പിള്ളേരെ നന്നായിട്ട് പഠിപ്പിക്കണമെന്നും എല്ലാവരും നല്ല റാങ്ക് വാങ്ങിക്കണമെന്നുമാണ് പ്രിൻസിപ്പൽ പറയുന്നത്. ഇവിടെ നാമാകട്ടെ ഡൂഷിമിനോട് ചോദിക്കുന്നുണ്ട്, വൂസു എവിടെയെന്ന്. വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? അവന്റെ വീട്ടിൽ പോയിട്ട് അവനെ ഒന്ന് അന്വേഷിക്കാമോ എന്ന് ചോദിക്കുന്നു. നിന്റെ ഫ്രണ്ട് അല്ലേ, നീ തന്നെ പോയി അന്വേഷിക്കാൻ ഡൂഷിം പറയുമ്പോ അവൻ പറയുന്നുണ്ട്, വൂസുവിന്റെ അമ്മയ്ക്ക് തന്നെ ഇഷ്ടമല്ലാന്ന്. താൻ ക്ലാസ്സിൽ ഒട്ടും പഠിക്കാത്ത കുട്ടിയല്ലേ. അവനാകട്ടെ ടോപ്പറും. അവന്റെ കൂടെ ഞാൻ കൂട്ടുകൂടുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും. നീ ഒന്ന് പോയി അന്വേഷിക്കേ. എന്നാൽ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നാണ് അവള് പറയുന്നത്. ഡൂഷിം വീട്ടിലെത്തി കഴിയുമ്പോ അവളുടെ അമ്മ റെഡിയായി എങ്ങോട്ടോ പോകുന്ന അവള് കാണുന്നുണ്ട്. എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ചെയർമാന്റെ വൈഫ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ മകനെ എന്തോ ബാധ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു. വൂസുവിന്റെ വീട്ടിലേക്ക് അമ്മ പോകുന്നെന്ന് മനസ്സിലാക്കിയതും ഡൂഷിം പറയുന്നുണ്ട്, ഞാനും വരാമെന്ന്. അവരുടെ വീട്ടിലെത്തി കഴിയുമ്പോഴാണ് ഡൂഷിമിന് മനസ്സിലാകുന്നത് അവൻ എത്രത്തോളം പണക്കാരനാണെന്ന്. വൂസുവിന്റെ അമ്മ വന്ന് ഇവരോട് പറയുന്നുണ്ട്, അവൻ സ്കൂളിൽ നിന്ന് വന്നപ്പോ തൊട്ട് വല്ലാതെ നിലവിളിക്കുകയും ഇറങ്ങിപ്പോ എന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ സംഭവം ഇതുവരെ മനസ്സിലായില്ല. അവന്റെ റൂമിൽ എന്തോ പ്രേതങ്ങളുള്ള പോലെയാണ് അവൻ സംസാരിക്കുന്നത്. അങ്ങനെ ഡൂഷിമും അമ്മയും റൂമിലേക്ക് ചെല്ലുമ്പോഴാകട്ടെ അവൻ മൂടി പൊതിച്ച് കിടക്കുകയായിരുന്നു. അവിടെ ഇരുന്ന ഫോട്ടോ കണ്ടപ്പോ ഡൂഷിമിന്റെ അമ്മ ചോദിക്കുന്നുണ്ട്, ഇവനല്ലേ തലേന്ന് വീട്ടിൽ വന്നതെന്ന്. ഡൂഷിം പറയുന്നുണ്ട്, അമ്മ ഇതിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ചെയ്തോളാം. ഈ പ്രശ്നമെല്ലാം ഞാൻ മാറ്റിത്തരാം. അമ്മ പുറത്തേക്ക് പോയിക്കൊള്ളാൻ. അമ്മ പോയതും ഡൂഷിമായിട്ട് റൂമിന്റെ ചുറ്റും നോക്കുന്നുണ്ട്. അവിടെയെല്ലാം ഒരുപാട് പ്രേതങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. അവൾ എല്ലാത്തിനും അവിടെ നിന്ന് ഓടിക്കുന്നു. എന്നിട്ട് വൂസുവിനെ വിളിച്ചുണർത്തുകയാണ്. എല്ലാ പ്രേതങ്ങളും പോയി എന്ന് പറഞ്ഞിട്ട്. ഒരു ദിവസം പോലും ഈ പ്രേതങ്ങളെ സഹിക്കാൻ എനിക്ക് പറ്റിയില്ല. നീ എങ്ങനെയാണ് ഇതെല്ലാം സഹിക്കുന്നതെന്ന് അവളോട് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, നിനക്കും പറ്റും, നീ ജസ്റ്റ് ഇഗ്നോർ ചെയ്താൽ മതി. നമ്മൾ അവരെ കാണുന്നതായിട്ട് ഭാവിക്കേ വേണ്ട. നമ്മൾ അവരെ കണ്ടു എന്ന് ഭാവിക്കുമ്പോഴാണ് അവരെല്ലാം നമ്മളോട് കഥ പറയാൻ വരുന്നത്. എന്നിട്ട് ചില മന്ത്രങ്ങൾ എഴുതിയൊരു പേപ്പർ കൂടി അവന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇത് നീ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നിന്റെ റൂമിലേക്ക് ഒരു പ്രേതങ്ങളും വരില്ല. ഇതെല്ലാം ഇപ്പൊ നിന്റെ അടുത്തേക്ക് വരുന്നതിന് കാരണം നീ അടുത്തിടെയല്ലേ പ്രേതങ്ങളെ കണ്ടു തുടങ്ങിയത്. അപ്പം നിന്റെ അടുത്തേക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വരും. നമ്മളൊരു പുതിയ കട തുടങ്ങുമ്പോൾ അങ്ങനെയല്ലേ, അതുപോലെയാണ് ഈ പ്രേതങ്ങളും നിന്റെ അടുത്ത് കഥ പറയാൻ വരുന്നത്. തന്റെ മകൻ ഡൂഷിമിനോട് നല്ലപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടപ്പോഴാണ് വൂസുവിന്റെ അമ്മയ്ക്ക് സമാധാനമായത്. മഴക്കിറങ്ങി വന്നിട്ട് അവൻ അമ്മയോട് പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെന്ന്. ഞാൻ ഡൂഷിമിന്റെ കൂടെ പുറത്തേക്ക് പോവുകയെന്ന് പറഞ്ഞിട്ട് കുറച്ച് ബുക്സ് എടുത്തിട്ട് അവൻ പുറത്തേക്ക് പോകുന്നു. വൂസുവിന്റെ കൂടെ അവളോ അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഇവരുടെ ക്ലാസ്സിൽ മറ്റൊരു പയ്യൻ കാണുന്നുണ്ടായിരുന്നു. വൂസുവും ഡൂഷിമും നേരെ പോകുന്നത്
കാണിക്കുന്നത് നാമിന്റെ അമ്മ നടത്തുന്ന ചെറിയ റെസ്റ്റോറന്റിലേക്കാണ്. നാമാകട്ടെ അമ്മയെ ഹെൽപ്പ് ചെയ്ത് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പൂസു അവനോട് പറയുന്നുണ്ട്, അടുത്ത എക്സാമില് ലാസ്റ്റ് റാങ്ക് വാങ്ങിക്കാൻ പോകുന്നത് നീയായിരിക്കും, അതുകൊണ്ട് മര്യാദയ്ക്ക് പഠിച്ചോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, നീ എക്സാമിന് പാസ്സാകും, നല്ല മാർക്കും കിട്ടും. എന്നാൽ നാമിന് പഠിക്കാനൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവന്റെ അമ്മയും വൂസുവിനോട് പറയുന്നുണ്ട്, മോൻ അവനെ നന്നായിട്ടൊന്ന് പഠിപ്പിക്കാൻ. എന്നാൽ തനിക്ക് മരിക്കാനൊന്നും പേടിയില്ല, മരണത്തെ ഭയന്നിട്ട് പഠിക്കാനൊന്നും എനിക്ക് വയ്യാന്നൊക്കെ അവൻ പറയുന്നു. പക്ഷെ തനിക്ക് തന്റെ ഫ്രണ്ടിനെ നഷ്ടപ്പെടുത്താൻ വയ്യാന്നാണ് വൂസു പറയുന്നത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ആത്മാവിന്റെ പ്രസൻസ് ഡൂഷുമിനെ ഫീൽ ചെയ്യുന്നു. എന്താ ഇങ്ങനെ നോക്കുന്ന, ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് വൂസു ചോദിക്കുമ്പോ ആരും ഇല്ലാന്ന് അവള് പറയുന്നു. എന്നാൽ നാമാകട്ടെ പഠിക്കാൻ കൂട്ടാക്കാതെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും പെട്ടെന്ന് ഡൂഷും പറയുന്നുണ്ട്, നിന്റെ മരിച്ചുപോയ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം നീ നന്നായിട്ട് പഠിക്കണമെന്നാണ്, അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ഇവിടെ വന്നിരുന്ന് പഠിക്കും. അവിടെ ഫീൽ ചെയ്ത ആത്മാവ് അവന്റെ അച്ഛന്റേതായിരുന്നു. ഇവനെ നന്നായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളോട് അയാൾ റിക്വസ്റ്റ് ചെയ്യുകയായിരുന്നു. അച്ഛനെ പറ്റി പറഞ്ഞതോടുകൂടി നാം അവിടെ ഇരുന്ന് പഠിക്കുന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ അവരുടെ അടുത്ത് നിന്നും നാമിന്റെ അച്ഛന്റെ ആത്മാവ് അവളുടെ അടുത്തേക്ക് വരികയും അവളോട് ഒരുപാട് നന്ദി പറയുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഡൂഷുമിന്റെ അമ്മയാകട്ടെ ഡൂഷുമിന്റെ ഗ്രാൻഡ്മയുടെ ഫോട്ടോ നോക്കിയിട്ട് അവര് തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അവർക്ക് പിടിക്കാൻ പറ്റാതെ പോയ ആ ഒരു ആത്മാവ് ഈ സ്കൂളിലേക്ക് പോയിട്ടുണ്ടെന്ന് ഓൾറെഡി തന്നെ ഗ്രാൻഡ്മ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആത്മാവിനെ പിടിക്കാൻ ഡൂഷുമിന് മാത്രമേ പറ്റൂ എന്നും ഗ്രാൻഡ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡൂഷുമിന്റെ അമ്മ അവളെ മറ്റൊരു സ്കൂളിൽ നിന്നും ഈ ആത്മാവുള്ള സ്കൂളിലേക്ക് മാറ്റിയത് തന്നെ. എന്നാൽ ആ ആത്മാവിനെ തളയ്ക്കാൻ അവൾക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല. അവളുടെ കൂടെ മറ്റൊരാൾ കൂടി അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യും. അതാരാണെന്ന് ഡൂഷുമിന്റെ അമ്മ ചോദിച്ചെങ്കിലും ഗ്രാൻഡ്മ അതിന് ഉത്തരം പറഞ്ഞില്ല. ഇവിടെ പ്രേതങ്ങളെ പറ്റി എല്ലാം തന്നെ ഡൂഷുമിനോട് വൂസു ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു. മനുഷ്യന്റെ ബോഡിയിൽ പ്രേതങ്ങൾ എങ്ങനെയാണ് കയറുന്നതെന്നും ആരുടെയൊക്കെ ബോഡിയിൽ കയറാൻ പറ്റും അങ്ങനെയൊക്കെ. അന്ന് സ്കൂളിൽ വെച്ച് ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച സമയത്തും എന്റെ ശരീരത്തിൽ ഒരു ആത്മാവ് കയറിയിരുന്നില്ലേ, അത് കാരണം ഞാൻ നിന്നെ ഹഗ് ചെയ്തത് എങ്ങനെയായിരുന്നു എന്നും ആ ഫീൽ എന്തായിരുന്നു പോലും എനിക്കറിയില്ല, എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ. പക്ഷെ ആ ഒരു ഫീൽ എന്താണെന്ന് എനിക്കറിയണം. നിന്നെ ഹഗ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എനിക്ക് തോന്നുന്നതെന്നും അറിയണം. അതിനു വേണ്ടിയിട്ട് ഞാനൊന്ന് ഹഗ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നിന്നെ ഹഗ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, ഇനി ഞാൻ ഇത് ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഒരുപാട് ഹാപ്പി ആയിട്ടാണ് അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. അവൻ അവളെ പ്രണയിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. അവൾക്കും അവനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി. ഇവിടെയാണ് 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.